ഹേ ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അച്ഛൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ രാഹുലിനെ വിഷ്ണുവേട്ടനെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഫാമിലി ഈ ഫ്രെയിം കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരെയും വീഡിയോ കോൾ വിളിച്ചു. രാഹുൽ എടുത്തില്ല, വിഷ്ണുവേട്ടൻ എടുത്തു. പിന്നെ രഘുവച്ച ഉണ്ടായിരുന്നു, രേച്ചിച്ച ഉണ്ടായിരുന്നു, അച്ചുകൂട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ചുകൂട്ടനില്ലാത്ത ഒരു കാര്യവും എനിക്കില്ല കേട്ടോ. അവന് ഞാൻ കുഞ്ഞിലെ തൊട്ട് അങ്ങനെയാണ്. അവന് ഏകദേശം 2-3 മാസം ഉള്ളപ്പോൾ തന്നെ അവൻ്റെ അമ്മ ഇട്ടിട്ട് ജോലിക്ക് പോകുന്നതായിരുന്നേ. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ ഞാനാണ് അവന് രാവിലെ ചെന്ന് ഇങ്ങെടുത്തുകൊണ്ട് വരും, ഫുഡ് കൊടുക്കും, എൻ്റെ കൂടെ കിടത്തും, ഉറക്കും, അങ്ങനെയൊക്കെയായിരുന്നു അവനെ. അപ്പോൾ അതുകൊണ്ട് അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഇഷാമോനെ പോലെ തന്നെയാണ് അവനും. എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ അമ്പുക്കുട്ടൻ അങ്ങനെ അല്ലെന്നല്ല, അവനെ ഇഷ്ടമാണ്. പക്ഷെ അവൻ ഉണ്ടായതിന് ശേഷം ഞാൻ ഇവിടെ ആണല്ലോ, അപ്പോൾ അത്രയുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അവനെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇവർ 3 പേരാണ് ഇപ്പോൾ എൻ്റെ ബോയ്സ് എന്ന് പറയാനായിട്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ 3 പേരും ഉണ്ടെങ്കിലേ എനിക്കൊരു രസമുള്ളൂ. ഇപ്രാവശ്യം ചെന്നപ്പോൾ നമ്മുടെ അമ്പുക്കുട്ടൻ ഇല്ലായിരുന്നു, അവൻ്റെ അമ്മയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അച്ചുക്കുട്ടൻ വന്ന് പിന്നെ രേച്ചേച്ചി ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല രസമായിട്ട് നമ്മുടെ കേക്ക് മുറി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന് ഞങ്ങൾക്ക് ഇത്രയൊക്കെ സന്തോഷങ്ങൾ കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഷർട്ടാണ് കേട്ടോ അച്ഛൻ ഇട്ടേക്കുന്നത്. രാഹുൽ വാങ്ങിച്ച കേക്കാണ് അച്ഛൻ മുറിക്കുന്നത്. അപ്പോൾ അതുപോട്ടെ, ഈശാങ്കുട്ടനും അമ്മൂമ്മയും കൂടെയുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മച്ചമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞിനോടൊരു സ്നേഹപ്രകടനമാണ് കേട്ടോ. പക്ഷേ ഇഷ്ടമാണ്. അമ്മയ്ക്ക് എങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആറ്റുമീനൊക്കെ മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. ടാറ്റാ.